بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും അതോടൊപ്പം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള വാചകങ്ങളെ നമ്മളുടെ അമലിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചതിനെ അറിഞ്ഞവരുമൊക്കെ തന്നെയാണ് നമ്മൾ. സ്വർഗം ചോദിക്കാത്ത മുഅ്മിനില്ല. സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും പ്രവേശിച്ചാൽ മതി എന്ന് ചിന്തിക്കല്ലേ എന്നതാണ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയും സ്വർഗത്തിൽ കടന്നുകൂടിയാൽ മതി, അങ്ങനെയല്ല. സ്വർഗപ്രവേശം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. സ്വർഗപ്രവേശം അള്ളാഹു തരുന്ന ഔദാര്യം അതിൻ്റെ ആധികാരികതയിൽ തന്നെ നമ്മൾ കരസ്ഥമാക്കണമെന്നതാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു ബൈപ്പാസ് എൻട്രി അല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. സ്വർഗത്തിന് ആധികാരികമായ ഒരു പ്രവേശം ഉണ്ട്. സ്വർഗത്തിന്റെ പ്രധാനപ്പെട്ട 8 കവാടങ്ങളിലൂടെയും ഒരാൾക്ക് പോവാൻ കഴിയും എന്നത് അയാളുടെ ഒരു മഹത്തായ യോഗ്യതയാണ്. സ്വർഗത്തിന് 8 കവാടമുണ്ടല്ലോ. ആ 8 കവാടത്തിലൂടെയും ഒരേ സമയം കടന്നു പോവാനുള്ളതായ പവർ ഒരാൾക്ക് കിട്ടുക എന്നതാണ് ആധികാരിക സ്വർഗപ്രവേശം. അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. അല്ലാതെ എങ്ങനെയെങ്കിലും എന്നൊന്ന് സ്വർഗത്തിലെത്തിക്കണേ എന്നത് മുഅ്മിൻ ചോദിക്കുന്ന രീതിയല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിമയെ സ്വർഗത്തിലെത്തിക്കുന്നത് എങ്ങനെയും ആയാൽ മതി എന്നതല്ല. അതിന്റെ ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ വേണം. സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും എല്ലാവരും പോവാറില്ല. ഒരേ സമയം 8 കവാടത്തിലൂടെയും പോവാറില്ല. 8 ഏത് കവാടത്തിലൂടെയും അവന് പോവാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വലിയ അധികാരം അള്ളാഹുവിന് നൽകണം. ആ രീതിയിലേക്കുള്ള ഒരു ഉയർച്ച ജീവിതത്തിൽ അമലിന്റെ രംഗത്തും ഈമാന്റെ രംഗത്തും ഒക്കെ ഉണ്ടാവണം. അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം? ആരൊക്കെ ഇപ്പൊ 8 കവാടത്തിലൂടെയും പോവാൻ യോഗ്യരായിട്ടുള്ള ആളുകൾ? ഒരാളുടെ നോമ്പ് കബൂലായിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് ചെന്നു ചേരുന്നത് റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ്. സദഖ മുഖേന ഒരാൾ പോകുന്നത് ബാബു സദഖ വഴിയാണ്. മറ്റു അമലുകൾ കൊണ്ട് അവന്റെ മാർക്ക് നോക്കിയപ്പോൾ അവൻ പാസ്സായിട്ടില്ല. പക്ഷെ സദഖയുടെ അമൽ കൊണ്ട് അവൻ കടന്നു. അങ്ങനെ ഓരോ പ്രത്യേകമായ പേരിൽ അറിയപ്പെടുന്ന ആ സെക്ഷൻ തിരിച്ചുവിടുമ്പോൾ ഏതിലും പോവാൻ പറ്റുന്ന ഏറ്റവും ഫുൾ മാർക്ക് അങ്ങനെയാ വേണ്ടത്. അള്ളാഹുവിന്റെ ഖുർആൻ ഫുൾ മാർക്ക് കിട്ടിയ ആളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു പരീക്ഷിച്ചതിൽ മുഴുവനും ഫുൾ മാർക്കാണ്. പരിപൂർണ മാർക്ക് നേടിയാണ്. അപ്പൊ പരിപൂർണമായ മാർക്കോടുകൂടെ 8 കവാടത്തിലൂടെയും കയറാൻ പറ്റുന്ന ആധികാരികതയിലേക്ക് മുഅ്മിൻ ആഗ്രഹിക്കണം. അതിനുള്ള ചെറിയ ചെറിയ അമലുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെ പരിഗണിച്ചു പോകണം എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മഹാനെ പറയാം, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു മനുഷ്യന് സാധ്യമായ എല്ലാ നന്മകളെയും ഇരട്ടിയായിട്ടാണ് ആ മഹാൻ ചെയ്തിട്ടുള്ളത്. ഒരാളെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി ഉണ്ടല്ലോ. ആ പരമാവധി എത്രയാണെന്ന് ആലോചിച്ചാൽ തന്നെയും ആലോചിക്കാനേ കഴിയുമോ? ചെയ്യാൻ കഴിയില്ല. ആലോചിച്ചാൽ ഒരു പരമാവധി എത്രയാണെന്ന് ബോധ്യപ്പെടും. ആ പരമാവധിയുടെ ഇരട്ടി ചെയ്യുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് അസാധ്യമാണ്. സ്വഹാബികൾക്ക് പോലും ആ കാലഘട്ടത്തിൽ ആർക്കും അവിടത്തോളം എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.
മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ്. കേട്ടോളൂ, ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹി നൂദിയ ഫിൽ ജന്നതി യാ അബ്ദല്ലാഹ് ഹാദാ ഖൈർ ഫമൻ കാന മിൻ അഹ്ലിസ് സ്വലാത്തി ദുഇയ മിൻ ബാബിസ് സ്വലാഹ്. ഒരാൾ ഒരു നന്മ ചെയ്താൽ സ്വർഗത്തിൽ അവനെ വിളിക്കും. ആ നന്മയുടെ പേരിൽ അവന് സ്വർഗം കിട്ടുന്നുവെങ്കിൽ ആ നന്മയുടെ പേര് പറഞ്ഞുകൊണ്ട് അവനെ വിളിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വലിയ കാര്യ ചെയ്തത് എന്ന് അവനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തും. നിസ്കാരം കൊണ്ടാണ് ഒരാൾക്ക് സ്വർഗം കിട്ടുന്നതെങ്കിൽ അവനെ സ്വർഗത്തിന്റെ ഒരു കവാടമുണ്ട്, ബാബുസ്വല എന്നതിന്റെ പേര്. അവനോട് പറയും, ബാബുസ്വല വഴി നീ കയറിക്കോ, നിസ്കാരത്തിന്റെ കവാടം വഴി നീ കയറിക്കോ എന്ന് പറയും. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദി ദുഇയ മിൻ ബാബിൽ ജിഹാദ്. ധർമ്മസമരം ചെയ്ത് സ്വർഗം കിട്ടുന്ന ആളാണ്, ഷഹീദാണ് എങ്കിൽ ആ മനുഷ്യനെ വിളിക്കുന്നത് ജിഹാദിന്റെ കവാടത്തിലൂടെയാണ്. രണ്ട് കവാടായി. സ്വർഗത്തിന്റെ മൂന്നാമത്തെ കവാടം വമൻ കാന മിൻ അഹ്ലിസ് സദഖതി ദുഇയ മിൻ ബാബിസ് സദഖ. സ്വതക്ക ചെയ്തുകൊണ്ടാണ് ഒരാൾക്ക് സ്വർഗലബ്ധി കാരണമായത് എങ്കിൽ അവനെ വിളിക്കപ്പെടുന്നത്, സ്വതക്ക ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടിയിരിക്കുന്നു. സ്വതക്കയുടെ കവാടത്തിലൂടെ മൂന്ന് കവാടായി. വമൻ കാന മിൻ അഹ്ലിസ് സിയാം ദുഇയ മിൻ ബാബിർ റയ്യാൻ. നോമ്പ് കാരണമാണ് ഒരാൾക്ക് സ്വർഗം കിട്ടിയത് എങ്കിൽ അവനെ വിളിക്കപ്പെടുന്നത് റയ്യാൻ എന്ന കവാടത്തിലൂടെ. സയ്യിദുനാ റസൂലുള്ളാഹി. 4 കവാട ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് ഒരു ചോദ്യം ഉന്നയിച്ചു. ബി അബീ അൻത വ ഉമ്മീ മാ അലാ മൻ ദുഇയ മിൻ ഹാദിഹിൽ അബ്വാബി മിൻ ളറൂറ. നബിയെ, ഒരേ സമയം ഒരാളെ ഈ 8 കവാടത്തിലൂടെയും വിളിച്ചാൽ ഈ 8ലൂടെയും ഒരാൾ സ്വർഗത്തിലേക്ക് എത്താ എന്നത് അയാൾക്ക് പ്രയാസമല്ല നബിയേ. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഇയാള് ഇങ്ങോട്ട് പോകാൻ അറിയണം. സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും പ്രവേശിക്കാൻ ഒരാൾക്ക് അള്ളാഹു യോഗ്യത നൽകിയാൽ ഈ 8 കവാടത്തിലൂടെയും ഒരാൾ സ്വർഗത്തിലേക്ക് എത്താ എന്നത് അയാൾക്ക് പ്രയാസമാവില്ല നബിയെ എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബേ, ഫഹൽ യുദ്ആ അഹദും മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ. എല്ലാ കവാടത്തിലൂടെയും ഒരേ സമയം വിളിക്കപ്പെടുമോ? ഖാല നഅം ഖാല നഅം. എല്ലാ കവാടത്തിലൂടെയും ഒരേ സമയം പോവാൻ യോഗ്യത നേടിയ മഹാന്മാരുണ്ട് സിദ്ദീഖേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വ അർജൂ അൻ തകൂന മിൻഹും. എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ 8 കവാടത്തിലൂടെയും ഒരേ സമയം കയറാനുള്ള അല്ലാഹ് തന്ന യോഗ്യത കിട്ടിയ മഹാൻ അങ്ങ് ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ നാവീന്ന് അങ്ങനെ കേട്ടല്ലോ. 8 കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് കയറുന്ന മഹാൻ സിദ്ദീഖ്. അതുപോലെ കൂടെ കയറാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. 8 കവാടത്തിലൂടെയും. ഇപ്പൊ നമ്മൾ ഈ ഹദീസിൽ 4 കവാട പറഞ്ഞതല്ലേ? ബാബുസ്വല നിസ്കാരത്തിന്റെ കവാടം, ജിഹാദിന്റെ കവാടം, അതുപോലെ സദഖയുടെ കവാടം, നോമ്പ് പിടിച്ച ആളുകൾക്ക് ബാബു റയ്യാൻ, അങ്ങനെ 4 കവാട പറഞ്ഞു. സ്വർഗത്തിന് എത്ര ഉണ്ടെന്നാ പറഞ്ഞത്? 8. സാന്ദർഭികമായി പറയാം. 5ാമത്തെ കവാടം ബാബു തൗബയാണ്. 6ാമത്തെ കവാടം ബാബുൽ കാളിമീനൽ ഗൈദ്, കോപം അടക്കി പിടിച്ചവർ പോകുന്ന കവാടം. 7ാമത്തെ കവാടം ബാബുർ റാദീൻ, ജീവിതത്തിൽ കിട്ടുന്നതായ അനുഗ്രഹങ്ങളിൽ തൃപ്തരായി കഴിയുന്ന ആളുകൾ പോകുന്ന കവാടം. 8ാമത്തെ കവാടം ബാബുൽ ഐമൻ അല്ലദീ യദ്ഖുലു മിൻഹു മൻ ലാ ഹിസാബ അലൈഹി. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവർ എന്ന് പറഞ്ഞ ആളുകൾ പോകുന്ന ഒരു കവാടമാണ് 8ാമത്തെ കവാടം. 8ഉം അല്ലാഹു നമുക്ക് തരട്ടെ. അങ്ങനെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിത്രീകരിക്കാൻ മുമ്പിൽ ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അമലുകൾ, സാന്നിധ്യവും സമ്പത്തും. എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് എന്റെ സിദ്ദീഖിൽ നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വെറുതെ ഒന്നും കിട്ടിയതല്ല പദവി, വെറുതെ ഒന്നും കിട്ടിയതല്ല. ആഗ്രഹിക്കണം സ്വർഗം.
എങ്ങനെ മോഹിക്കണം? അല്ലാഹുവേ, നിന്റെ മഹാന്മാർ പോകുന്ന ആ യോഗ്യതയിൽ എന്നെയും നീ ചേർക്കണം. അല്ലാഹുക്ക് ഇത് പ്രയാസമല്ലേ? അല്ലാഹുവിന് ചോദിക്കുന്നത് ഇഷ്ടം, വലുത് തന്നെ ചോദിക്കുന്ന അവന് ഇഷ്ടം. വലുത് ചോദിക്കുന്നതിൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ല. ചോദിക്കാതിരുന്നാൽ അല്ലാഹുവിന് പ്രയാസം. വലുത് തന്നതിന്റെ പേരിൽ അവന്റെ കയ്യിലുള്ളത് കുറയുന്നതുമില്ല. അതാണ് അല്ലാഹ്. ഹബീബ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, 8 കവാടത്തിലൂടെയും സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്ന ആ യോഗ്യതയിൽ അങ്ങയെ ഞാൻ ഉറപ്പിക്കുന്നു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ സ്ഥാനമൊന്നുമല്ല. എങ്ങനെയത് കിട്ടിയത്? സാന്നിധ്യവും സമ്പത്തും എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് എന്റെ സിദ്ദീഖിന്റെതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സഹീഹുൽ ബുഖാരി عن أبي سعيد الخدري رضي الله عنه قال رسول الله إن من آمن الناس علي في صحبته وماله أبا بكر ولو كنت متخذا خليلا غير ربي لاتخذت أبا بكر رضي الله عنه ولكن أخوة الإسلام ومودته لا يبقين في المسجد باب إلا باب أبي بكر. നബി പറയാ, ജനങ്ങളിൽ എനിക്ക് ഏറ്റവും നിർഭയത്വം തന്ന സാന്നിധ്യം, പേടിയില്ലാത്ത ഒരു പേടിക്കൂട്ടായി എന്റെ കൂടെ ഉണ്ടായത് എന്റെ അബൂബക്കറാം. ജനങ്ങളിൽ പലരുടെയും സമ്പത്ത് ഈ ദീനിന് വേണ്ടി ഉപകാരപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് എനിക്ക് ഉപകാരമായത് എന്റെ അബൂബക്കറിന്റേതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹ് കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്റെ അബൂബക്കർ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവരൊക്കെ ജീവിച്ചത് ആവർത്തിക്കലാണ്. കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു, ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ അൻ നതസദ്ദഖ. ഒരു ദിവസം റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, സല്ലല്ലാഹു അലാ മുഹമ്മദ്, നിങ്ങളെല്ലാവരും ദീനിനൊരു സാമ്പത്തിക ആവശ്യം വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് സ്വതഖ ചെയ്യണമെന്ന് നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഹബീബ് പറഞ്ഞ ആ സംഖ്യയോട് എന്റെ കയ്യിലുള്ള പണം വെച്ചത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ കഴിയും, അതിനുള്ള സമ്പാദ്യം ഉണ്ട്. ഫഖുൽതു, ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, ഈ ദുനിയാവിൽ എന്റെ അബൂബക്കറിനെ ഒരിക്കലെങ്കിലും സദഖയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ അമലിന്റെ വിഷയത്തിൽ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഇന്നേ കഴിയൂ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മനസ്സിൽ അങ്ങ് പറഞ്ഞു. ഫജിഅ്തു, മഹാൻ പറയാ, അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ പോയി കൊണ്ടുവന്നു. ബിനിസ്മാലി, എന്റെ സമ്പത്തിന്റെ പകുതിയും ഞാൻ കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വെച്ചു. പുന്നാര പൂമാൻ എന്നോട് ചോദിച്ചു, മാ അബ്ഖൈത ലിഅഹ്ലിക, ഇത്രയും സമ്പത്ത് ഇവിടെ കൊണ്ടുവന്നു വെക്കുമ്പോ ഉമറേ, നിന്റെ കുടുംബത്തിന് നീ എന്താ ബാക്കി വെച്ചിട്ടുള്ളത്? ഖുൽതു മിസ്ല, നബിയേ, ഇത്രയും തന്നെ എന്റെ വീട്ടിൽ ബാക്കിയുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാവാ, താ അബൂബക്കറിൻ ബികുല്ലി മാ ഇൻദ. പലപ്പോഴും നമ്മൾ പറഞ്ഞ ഈ ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി വന്നു ചേരാനുണ്ട്. കുറെ വീടിന്റെ അകത്ത് തപ്പിയും തടഞ്ഞും പരിധിയും നോക്കി. അവസാനം കിട്ടിയ ഒരു പുതപ്പും ഒരു വക്ക് പൊട്ടിയ ചട്ടിയുമായി ഇലാ ഹളറത്തി റസൂലില്ലാഹി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വരവും കൂടി വന്നപ്പോ മഹാനായ അബൂബക്കറിന്റെ വരവ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മാ അബ്ഖൈത ലിഅഹ്ലിക, ഇനി കുടുംബത്തിൽ എന്താ ബാക്കിയുള്ളത്? ഖാല അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ്,
ലാ ഉസാബിഖുക ഇലാ ശൈഇൻ അബദാ. സിദ്ദീഖേ, ഒരിക്കലും അങ്ങയെ മറികടക്കാൻ എനിക്ക് കഴിയൂല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അങ്ങനത്തെ മഹാനാ സിദ്ദീഖ് തങ്ങൾ. ആ മഹാൻ പോകുന്ന പോലെ പോവാൻ ചോദിക്കണം. അല്ലാഹു തരട്ടെ. ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കും. അവിടെയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വർഗം കുറിച്ച് പറഞ്ഞു വെച്ചതുകൊണ്ടാണ് ഇന്നിതിങ്ങനെ പറഞ്ഞു അല്ലേ? അങ്ങനെ അത് തന്നെ ചോദിക്കണം, ജന്നത്തുൽ ഫിർദൗസ്. ഒരു സംഭവം കൂടി പറയാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്വഹാബികളായ പലരും പ്രമുഖർ ഇസ്ലാമിൽ വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രമുഖരായ 10 സ്വഹാബികളുണ്ടല്ലോ, ഏറ്റവും സ്ഥാനം കൂടുതൽ അവർക്ക്. അവരിൽ മിക്കവാറും സ്വഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിൽ വന്നവരാണ്. കേട്ടോളൂ, മഹാനവറുകൾ 20ഓളം സ്വഹാബികളെ അടിമത്തത്തിൽ നിന്നും കയ്യിലെ പണം കൊടുത്ത് മോചിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 20ഓളം സ്വഹാബികൾക്ക് ജീവിതം കൊടുത്തത് സിദ്ദീഖിന്റെ സമ്പാദ്യ റളിയല്ലാഹു അൻഹു. وأنفق في ذلك 40,000 دينار. 40,000 ദീനാർ ആ കാലഘട്ടത്തിൽ മഹാൻ അതിനു വേണ്ടി ചെലവ് ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, അബൂബക്കറേ, അന്ന ബിലാലൻ യുഅദ്ദബു വഹുവ അബ്ദ്. ബിലാൽ എന്ന് പറയുന്ന ഒരു അടിമ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു അടിമയാണ്. ففهم أبو بكر أن النبي صلى الله عليه وسلم يريد أن يعتقه. അള്ളാന്റെ റസൂൽ അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരു ബിലാൽ എന്ന പേരുള്ള അടിമ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, വേദനിപ്പിക്കപ്പെടുന്നുണ്ട്. മൂപ്പര് മുസ്ലിമാ. അത്രയും പറഞ്ഞതേ ഉള്ളൂ, ബാക്കി പറയണ്ട നബിയേ. സിദ്ദീഖ് തങ്ങൾ തീരുമാനിച്ചു മോചിപ്പിക്കാൻ. ഫദഹബ ഇലാ മൻസിലിഹി. ഉമയ്യത്തിന്റെ വീട്ടിലെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് വീട്ടിലേക്ക് ചെന്നു. സിദ്ദീഖ് തങ്ങൾ വീട്ടിലേക്ക് ചെന്നിട്ട് അറബിയില് ഒരു കണക്കുണ്ട്, റാത്തല്. നമ്മൾ പറക്കണക്ക് എന്ന് പറയും. പറ, പണ്ട് നെല്ലളന്ന പറ പോലെ. പറ, നെല്ലളക്കുന്ന സാധനത്തിന്റെ പേര് പറ. എന്ത് നിങ്ങൾ പറ എന്താണ് നെല്ലളക്കുന്ന പാത്രത്തിന്റെ പേര്? പറ പറന്നെ അല്ലേ? അവരുടെ സാധനം അങ്ങനെ ഒരു അളവാണ് റാത്തലളവ്. മഹാനവറുകൾ വീട്ടിലേക്ക് ചെന്ന് നിന്നിട്ടോ, സ്വർണ്ണ കുമ്പാരമുണ്ട് സിദ്ദീഖിന്റെ കയ്യിൽ. ചില്ലറക്കാരനല്ല. ഈ മഹാനെ പറയാത്ത ഒരു മൂമിനില്ലല്ലോ. അഫ്ളലുൽ ബശ്രി ബഅദൽ അംബിയാഇ തഹ്ഖീഖ് അബൂബക്കർ സിദ്ദീഖ്. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യവർഗം കണ്ട ഏറ്റവും വലിയ മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ കൂടെ സ്വർഗം തരട്ടെ. വീട്ടിലേക്ക് ചെന്നു. റാത്തൽ പാത്രമെടുത്തു. ഒരു റാത്തൽ സ്വർണം അവിടെ നിന്ന് അളന്നെടുത്തു. വദഹബ ഫസ്തറാ ബിലാല വഅതഖഹു ലിവജ്ഹില്ലാഹ്. ഉമയ്യത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ചൊരിഞ്ഞിട്ട് കൊടുത്തു. അത്ര വലിയ മൂല്യമുള്ള ആളല്ല ബിലാല്, നീഗ്രോയാണ്. അതുകൊണ്ട് സാധാരണ അടിമകൾക്ക് വെക്കുന്നൊരു വില പോലും ഇല്ലെന്ന് വെച്ചോളൂ. എന്നാലും ഉമയ്യത്തെ എനിക്ക് പണം പ്രശ്നമല്ല, എന്റെ ഹബീബിന്റെ ആഗ്രഹമാ. ഒരു റാത്തൽ സ്വർണം ചൊരിഞ്ഞിട്ട് കൊടുത്തിട്ട് ബിലാലിനെ കൊണ്ടുവന്നു. വരുന്ന വഴിയിൽ തന്നെ പറഞ്ഞു, ബിലാലേ, നീ അടിമത്തത്തിൽ നിന്നും മോചിതനാ, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു, സ്വതന്ത്രനാക്കി വിട്ടു. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അൻഫഖ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുല്ലമാ മഅ മിൻ മാലിൻ ഫീ സബീലില്ലാഹി യൗമൽ ഹിജ്റ. ഹിജ്റ പോകുമ്പോൾ കോടിക്കണക്കിന് ഉറുപ്പികയുടെ സമ്പത്ത് മക്കയിൽ വേണ്ടാതെ വെച്ച് പോയ സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ്. മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദമാ തൂഫിയ അബൂബക്കർ ലം യുബ്ഖി ദിർഹമൻ വലാ ദീനാറാ. വഫാത്താകുമ്പോൾ സമ്പാദ്യമൊന്നുമില്ല, ഒരൽപ്പം ഭൂമി. അത് വിട്ടിട്ട് ഈ 2 വർഷത്തോളം താൻ വാങ്ങിയ ഖജനാവിന്റെ പൊതുഖജനാവിന്റെ ശമ്പളം, ഖലീഫ എന്ന പദവിയിൽ സ്വീകരിച്ച ശമ്പളം, സ്വഹാബികൾ നിർബന്ധിച്ച് ഏൽപ്പിച്ചത് ആ ശമ്പളം
വഫാത്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞ് ഭൂമി വിൽക്കാൻ ഏൽപ്പിച്ചു സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു. فقد كان طوال الوقت منفقا في سبيل الله لا يدخر لنفسه شيئا. ഒന്നും സ്വന്തത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല, ഒക്കെ കൊടുത്തു. ആ മഹാൻ പോകുന്ന സ്വർഗത്തിൽ ആ മഹാൻ പോകുന്ന പോലെ പോകണമെന്ന് ചോദിക്കാൻ പഠിപ്പിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ ചോദിക്കേണ്ടത്. എന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുന്ന ആ 8 കവാടത്തിലൂടെയും കയറാനുള്ള യോഗ്യത, 8 കവാടത്തിലെയും സെക്യൂരിറ്റി സല്യൂട്ട് തരും. നമ്മുടെ ടാഗ് നോക്കിയാൽ ഈ ടാഗ് അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തും, അങ്ങനെ ചില രാജ്യങ്ങളിൽ വണ്ടി ഓടിക്കുക അതിന് പ്രത്യേക അതുണ്ട്. കൊറോണ സമയത്ത് യാത്ര പോകുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് വാഹനത്തിലെങ്കിൽ എന്ത് ചെയ്യും, പോലീസുകാർ വഴി തടയില്ല, അപ്പൊ കയറ്റിവിടും. അപ്പൊ 2 ആനയുടെ പടമുള്ള ഒരു ടാഗ് ഉണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥർ അത് ആ കൊറോണ സമയത്ത് മാച്ച് ഉപയോഗിച്ച് അങ്ങനെ കാണിച്ചു കൊടുത്താൽ പോയിക്കോളാൻ പറയും. അങ്ങനെയാണ് കയറ്റിവിടും. ദിവസം ആരംഭം മുതൽ തന്നെ എല്ലാ നന്മകളും ചെയ്തു. ഒരു ദിവസം നേരം വെളുക്കണം എങ്ങനെയാണ്, നമ്മുടെ നേരം വെളുക്കൽ എങ്ങനെയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരം വെളുക്കൽ എങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു ദിവസം നേരം പുലരുന്നത് മുതൽക്കുള്ള എല്ലാ നന്മകളും ചെയ്ത മഹാനായ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വഇമാ. സുബഹിക്ക് ചോദ്യം, ഇന്നാർക്കാ നോമ്പുള്ളത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ചോദ്യമാണ്, ഇന്നാർക്കൊക്കെയാ നോമ്പ്? കയ്യ് പൊക്കി നബിയെ എനിക്ക് നോമ്പുണ്ടേ അബൂബക്കർ സിദ്ദീഖ്. സുബഹിക്ക ചോദിക്കുന്നത്, ഇന്നാർക്കാ നോമ്പുള്ളത്? ഖാല അബൂബക്കറിൻ അനാ, ഞാൻ നോമ്പുകാരനാ നബിയെ. സുബഹിക്കാണ് ചോദിക്കുന്നത്, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ. ആരാ ഇന്നൊരു ജനാസ അനുഗമനത്തിൽ പങ്കെടുത്തത്? മയ്യത്ത് കുളിപ്പിക്കാനും നിസ്കരിക്കാനും പങ്കെടുത്തതാരാ? ഖബറടക്കാൻ ആരാ പങ്കെടുത്തത്? നബിയേ ഞാനുണ്ടെന്ന് സയ്യിദുനാ അബൂബക്കർ. സുബഹിക്ക ചോദിക്കുന്നത്, ഒരു മിസ്കീനായ മനുഷ്യന് ഭക്ഷണം കൊടുക്കാനുള്ളത് കരുതി വെച്ചത് ആരാ? കൈ പൊക്കി ഞാനത് ഒരുക്കി വെച്ചിട്ടുണ്ട് നബിയേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഒരു രാവിലെ തുടങ്ങുന്നത് അങ്ങനെയാണ്. പിന്നെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഫമൻ ആത മിൻകുമുൽ യൗമ മരീള. ഈ സുബഹിയുടെ നേരത്തെ ആരെങ്കിലും രോഗസന്ദർശനം നടത്തിയിട്ടുണ്ടോ? അപ്പോഴും പറഞ്ഞു, നബിയെ പോരുന്ന വഴിയിൽ ഒരു രോഗിയെയും കൂടി കണ്ടിട്ടാ കൂലി ഞാൻ കരസ്ഥമാക്കിയിട്ടാ വരുന്നത്. ഖാല അബൂബക്കറിൻ അനാ അനാ യാ റസൂലല്ലാഹ്. ഞാൻ രോഗസന്ദർശനവും നടത്തി രോഗിയെ സന്ദർശിച്ചിട്ടാ വരുന്നത്. മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്നാ. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾ ഒരു ദിവസം ചെയ്യാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്നല്ല പറഞ്ഞത്, കടന്നു കഴിഞ്ഞെന്ന് മുഹമ്മദ് മുസ്തഫ. ചെറിയ കാര്യമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗപ്രവേശനം. അതുപോലെ പ്രവേശിക്കാൻ കൊതിപ്പിക്കാണ് ജീവിതേ. മനുഷ്യനെ കൊതിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ജീവിക്കുക എന്നുള്ളത് കൊതിപ്പിക്കാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. എന്തൊരു സൂക്ഷ്മത! ഖജനാവിന്റെ കണക്കെഴുതാൻ മാത്രമേ വിളക്ക് കത്തിച്ചിട്ടുള്ളൂ രാത്രി. ഭരണസാരഥ്യത്തിലിരിക്കുമ്പോൾ ആ നേരത്തെ കണക്കെഴുതാൻ വേണ്ടി മാത്രമാണ് വിളക്ക് കത്തിച്ചിട്ടുള്ളൂ. അങ്ങനെ കണക്കെഴുതിക്കൊണ്ടിരിക്കുമ്പോ ഭാര്യ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നതിന്റെ ബാക്ക് വശത്താണ് ഭാര്യ വരാൻ സാധ്യതയുള്ള ഡോറ്. ഭാര്യ അവിടെ വന്നു. മഹാനവറുകളെ വിളിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് സദസ്സിലിരിക്കുന്നുണ്ട്. ഉമർ പറയാ റളിയല്ലാഹു അൻഹു, പെട്ടെന്ന് വിളക്കണച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അത് ഉമർ കാണുമെന്ന് ഓർത്തിട്ടില്ല. ഉമർ കാണുമല്ല, ഉമർ നോക്കുമല്ല. റളിയല്ലാഹു അൻഹു എന്തിനാണ് വിളക്കണച്ചതെന്നറിയുമോ? കുടുംബകാര്യം പറയാൻ ആ ഭാര്യ വന്നത്. ആ വരവ് കണ്ടറിയാം. അല്ലാതെ ഈ കണക്കിൽ എന്തിനു ചേർക്കാനുള്ളത് പറയാൻ ഉറപ്പായിട്ട് ആരും വരില്ല. അപ്പൊ പറഞ്ഞു തുടങ്ങുന്നതിന്റെ ആദ്യ അവസരത്തിൽ തന്നെ കുടുംബകാര്യം പറയാൻ ഖജനാവിന്റെ പണത്തിനാൽ വാങ്ങിയ ഒലീവെണ്ണയിൽ കത്തുന്ന തീനാളത്തിന് പോലും മൂല്യം
പെണ്ണെ നിന്റെ വീട്ടുവിശേഷം പറയാൻ ഈ വെളിച്ചം വേണ്ട എന്ന് അബൂബക്കർ സിദ്ദീഖ് വിളക്കണച്ച് വർത്താനം വിശേഷമൊക്കെ കേട്ടിട്ടാ മഹാനവറുകൾ വീണ്ടും വിളക്ക് കത്തിച്ചു. അങ്ങനെയാ ചിന്തിക്കേണ്ടത്. ആ എണ്ണ പോലും കത്തിപ്പോകുന്നതിൽ സൂക്ഷ്മത. ഖലീഫയായപ്പോ എല്ലാരും സന്തോഷിച്ചു. ഒരു ഉമ്മ കരഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായെന്നറിഞ്ഞപ്പോൾ മദീന മുഴുവനും സന്തോഷത്തിലാ. ഒരു ഉമ്മ കരച്ചിലാണ്. ആ കരച്ചിലിന്റെ വേദന, ആ കരച്ചിലിന്റെ ഗദ്ഗദം, ആ കരച്ചിലിന്റെ തേങ്ങലടി, ആ ഉമ്മാന്റെ സങ്കടം വാക്കുകളില്ല, പറയുന്നില്ല, കരച്ചിൽ നിർത്തുന്നില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി എന്നതാ. സിദ്ദീഖ് തങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോ തന്നെ ഒരു സ്വഹാബി ചെവിയിൽ പറഞ്ഞു, തങ്ങളെ മദീനയിൽ ഒരു ഉമ്മ കരയുന്നു, കാരണം എന്തെന്നോ, അങ്ങ് ഖലീഫയായതിന്റെ പേരിലാ. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ആദ്യത്തെ യാത്ര ആ ഉമ്മാനെ സന്ദർശിക്കാൻ ചെന്നു. അവരുടെ മുന്നിൽ വിനയത്തോടുകൂടെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ വൃദ്ധ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായതിന്റെ പേരിലാ ഞാൻ കരയുന്നത്. പരിവാരങ്ങൾ നോക്കി നിൽക്കാം, അതിന് നിങ്ങൾ എന്തിനാ കരയുന്നത്? ഞാനൊരു വൃദ്ധയാ, ആരും എനിക്ക് സംരക്ഷണത്തിനില്ല. എന്റെ ചിലവ് കഴിയുന്നത് ഈ വീട്ടിൽ ഒരു ആടിനെ വളർത്തുന്നതിനെ കറന്നെടുക്കുന്ന പാല് വിറ്റിട്ടാം. നാളെ മുതൽ ഞാൻ പട്ടിണിയാണല്ലോ. എന്റെ വീട്ടിൽ നാളെ മുതൽ ആട് കറക്കാൻ ആള് വരില്ല. വൃദ്ധയായ എനിക്ക് ആ പാല് കറന്നെടുത്തത് കൊണ്ടുപോയി അങ്ങാടിയിൽ വിറ്റാൽ എനിക്ക് കിട്ടേണ്ട പണം കൃത്യമായി കിട്ടിയാൽ അതിൽ ഞാൻ വാങ്ങേണ്ട അരിയും ചില്ലുവാനും വീട്ടു സാധനങ്ങൾ വാങ്ങിയ ബാക്കിയുള്ളത് എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമുള്ള ജോലിക്കാരൻ നാളെ മുതൽ ഇല്ലല്ലോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് കരഞ്ഞു പോവുകയാ. പറഞ്ഞു, കരച്ചിൽ നിർത്തൂ ഉമ്മ. ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്ന ആട് കറന്നു തന്ന അതേ ജോലി ചെയ്ത് ഇന്ന് രാവിലെയും അതേ ജോലി ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിച്ച സിദ്ദീഖ് തന്നെ ഖലീഫയുടെ പദവിയിൽ ഇരുന്നു കൊണ്ട് നാളെ വന്ന് നിങ്ങളുടെ ആടിനെ കറക്കുമെന്നതിൽ തർക്കമില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അവിടെ ആട് കറക്കാൻ പോകുമായിരുന്നു, അവരെ സന്തോഷിപ്പിക്കുമായിരുന്നു. അതിൽ ഖലീഫയായതിന്റെ പേരിൽ മുടക്കമില്ല. ആ മഹാൻ പോകുന്ന സ്വർഗമായ 8 കവാടവും കാത്തിരിക്കാവൊന്ന് വന്നു ചേരാൻ. ഇതിനാ ഞാൻ ഇങ്ങനെ പറയുന്നത്, ആ നന്മയിലേക്ക് നമ്മുടെ നന്മയെ താരതമ്യം ചെയ്യാനേ കഴിയില്ല. എന്നാലും ആ മഹാൻ പോകുന്ന സ്വർഗത്തിൽ പോവാൻ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന് കഴിയും, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരിക്ക് അതുപോലെ പോകാൻ പറ്റും.